ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ കൊടുമ്പുഴ കോളനി നിവാസികൾ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിനും ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കും പരിഹാരം കാണാമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാർത്തിക് ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം മലപ്പുറം കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഡിഎഫ്ഒയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടായത്. കൊടുമ്പുഴ കോളനിയിലെ മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതിന് പരിഹാരമായി നിർമ്മിക്കുന്ന ഫെൻസിംഗ് തങ്ങളുടെ കൃഷിഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നിവാസികളുടെ പ്രധാന പരാതി. ഇത് തങ്ങളുടെ ഉപജീവനത്തെയും സ്വൈരജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക അവർ ഉന്നയിച്ചു. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ലെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കളക്ടർക്ക് സമർപ്പിച്ച നിവേദനത്തിൽ വനഭൂമിയുടെ അതിർത്തി എത്രയും പെട്ടെന്ന് സർവേ നടത്തി നിർണ്ണയിക്കണമെന്നും ആ അതിർത്തിയിൽ നിന്ന് ചുരുങ്ങിയത് 5 മീറ്റർ വനഭൂമിയിലൂടെ മാത്രമേ ഫെൻസിംഗ് സ്ഥാപിക്കാവൂ എന്നും ആവശ്യപ്പെട്ടു. ഇത് കൃഷിയും കൃഷിഭൂമിയും നഷ്ടപ്പെടാതെ പദ്ധതി നടപ്പാക്കാൻ സഹായിക്കുമെന്നും നിവാസികൾ അറിയിച്ചു. കൂടാതെ നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സ്വൈര്യജീവിതവും ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. CPI ഏറനാട് മണ്ഡലം സെക്രട്ടറി PT മൊയ്തീൻകുട്ടി, ആദിവാസി മഹാസഭ സംസ്ഥാന കമ്മിറ്റി അംഗവും ഊരുമൂപ്പനുമായ ഗോപാലകൃഷ്ണൻ, വിനീത് കൊടുമ്പുഴ, രാജു കല്ലറ, സുനി കൊടുമ്പുഴ, വിനിൽ കൊടുമ്പുഴ, ശാരദ കൊടുമ്പുഴ, ഷീലകുമാരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. DFOയുടെ ഉറപ്പ് കോളനി നിവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ കൂറങ്കൽ കൊടുമ്പുഴ മേഖലയിലുള്ള ഇത് സോളാർ ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഫെൻസിങ്ങിന്റെ അലൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം അവിടുത്തെ ജനങ്ങളോട് ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ട് അതിൽ ചർച്ച ചെയ്യുകയും അതിനുശേഷം ഒന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു ചെറിയ ആശങ്ക വന്നത് അവിടെ ആദിവാസികളുടെ സ്ഥലം നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഒരു ചെറിയ ഇതാണ് വരുന്നത്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി നമ്മൾ താൽക്കാലികമായിട്ട് ആ ഒരു ആദിവാസി ഊരുടെ ഏരിയ നമ്മൾ ഈ ഒരു ഫെൻസിങ് പദ്ധതിയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയും പിന്നീട് അത് മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പുതിയ പ്രോഗ്രാം മറ്റു വകുപ്പുകളായിട്ട് ഈ ആദിവാസി നഗരങ്ങളിലായിട്ട് ബന്ധപ്പെട്ട ITDP അല്ലെങ്കിൽ കൃഷി വകുപ്പ് ഇവരോടൊക്കെ ബന്ധപ്പെട്ട് ഏകോപിച്ചിട്ട് ഒരു പുതിയ പദ്ധതി വെച്ച് അത് സാൽവാക്കാനാണ് നമ്മൾ ഇന്ന് അത് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഓടക്കയത്ത് ഫെൻസിങ് നടത്തുന്നത് ആദിവാസികളുടെ കൃഷിഭൂമിയിലൂടെയാണ്. അതിൽ ആദിവാസികൾ വളരെ ആശങ്കയിലാണ്. ഈ വിഷയം നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിവേദനം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ DFO സാറിന് നമ്മൾ നിവേദനം കൊടുത്തു. അപ്പോൾ അത് വളരെ ഉചിതമായ തീരുമാനം കളക്ടറും DFO സാറും എടുത്തിട്ടുണ്ട്. അവിടെ കൃഷിഭൂമിയിലൂടെ ഫെൻസിങ് നിർത്തിവെച്ചുകൊണ്ട് അവരെ കൃഷിഭൂമിയും കൃഷിയെയും കൃഷിക്കാരെയും അവിടുത്തെ താമസക്കാരെയും സംരക്ഷിച്ചുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ കൂടെ തന്നെ കൃഷിഭൂമി ഒഴിവാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കി ഇവരെ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് DFO സാറും കളക്ടർ സാറും തന്നിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.